ബോസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ബിഗ് ബോസും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അനൗൺസ്മെന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ അടുത്ത് ബിഗ് ബോസ് തുടങ്ങാനുള്ള സീസൺ ആകുമ്പോഴേക്കും എല്ലായിടത്തും ഓരോ ആളുകൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലർ കാണുമ്പോൾ നമുക്ക് ചിരിയോട് വരാം. ചിലർ അവരിന് ക്രിയേറ്റ് ചെയ്ത് ഒരേ പബ്ലിസിറ്റി ഒരേ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവന്നിട്ട് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു കാര്യം പറഞ്ഞത്. അപ്പൊ അതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു ട്രാൻസ്ഫോമറും ഇതേ ഒരു വേർഡ് പറഞ്ഞ് സംസാരിച്ച് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി. അപ്പൊ അതിനെ പബ്ലിക് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എതിർത്തു. അങ്ങനെ പ്രോബ്ലംസ് ആയി കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ 2 കല്യാണം കഴിച്ചവരെയാണ് പറഞ്ഞത്, അതിൽ കുട്ടികൾ ഉണ്ടാക്കിയത് പറഞ്ഞു. അവരുടെ സ്റ്റാൻഡ് അഭിപ്രായം മാറ്റി. അപ്പൊ പിന്നെ ബിഗ് ബോസിനോട് പറയാനുള്ളത് ബിഗ് ബോസ് ഇങ്ങനെ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസിനെ എടുക്കുന്നുണ്ടെങ്കിൽ അധികം ഫെയിമാകാത്ത ഏതെങ്കിലും പാവങ്ങളൊക്കെ വിളിച്ചിട്ട് അവസരം കൊടുക്കുക. ജീവിക്കാൻ മാർഗമാണ് അഹങ്കാരം കാണിച്ച് ഓൾറെഡി അഹങ്കാരത്തിൽ തലയിലിരിക്കുന്നവരെ ഒന്നൊരു അഹങ്കാരത്തിലേക്ക് എത്തിക്കാതിരിക്കുക. ഈ എയിൻ റേസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വന്ന് സീമ വിനീതിനെ പറ്റിയാണ് ഭയങ്കര മോശമായിട്ട് പറയുക. അവരുണ്ടെങ്കിൽ വരുന്ന ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ഇതേ കണക്ക് ഇവർ മാത്രമല്ല ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിലുണ്ട് ഈ സീമ വിനീത് പറഞ്ഞ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടത്തേക്ക് ഒരു കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായതിനു ശേഷം ഒരാൾ പറയുകയാണ് താൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. അത് സീമ വിനീത് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെ. കാരണം അവരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ആണ് തന്നെയാണ്. ഒരിക്കലും ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആരും ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാനേ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ കള്ളനാണെന്നൊക്കെ പറയാൻ സാധിക്കും. സോ ഇത് അതിന് മുമ്പാണ് ഈ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ അതിന് മുമ്പ് മനസ്സിലാക്കി പോകുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു സ്ത്രീയോടെ കുറേ നാൾ കഴിഞ്ഞ് അവർക്ക് 2 മക്കളൊക്കെ ജനിച്ചതിന് ശേഷം താനുണ്ടെങ്കിൽ ഭയങ്കര ട്രാൻസ്ജെൻഡറാന്ന് പറഞ്ഞ് വേറെ ഒരു റൂട്ടിൽ പോകുന്നത് അതൊരു കുടുംബം തന്നെ നശിപ്പിച്ചിട്ട് പോകുന്നതിന് തുല്യം തന്നെയാണ്. സോ അങ്ങനെ ഇരിക്കുന്നവർ ഏറ്റവും വലിയ കള്ളന്മാരാണ്. സീമ വിനീത് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ വന്ന ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഭയങ്കര ദേശീയ രോഷമൊക്കെ വരുന്നത് സാധാ രീതി ഉള്ളത് തന്നെയാണ്. അത് സത്യം പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതേണക്കൊക്കെ റിയാക്ട് ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ സത്യം എന്ന് പറയുന്നത് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇത് സീമ വിനീത് പറഞ്ഞൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക.